നമുക്ക് ജാതിക്ക ചേർത്ത് കൊടുക്കാം. ജാതിക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ജാതിക്ക ചേർത്തിട്ട് ഒരുപാട് നേരം വേവിക്കണം, നല്ല വെന്ത് പരുവമാവണമെന്നുള്ളവർക്ക് വേവിച്ചെടുക്കാം. അതെല്ലാം നല്ല കറുമുറ കഴിക്കണമെന്നുള്ളവർക്ക് പച്ചയായിട്ടല്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി. ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്നും ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാതിക്ക. അപ്പം ജാതിക്ക കൊണ്ടിട്ട് ചെറിയൊരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതേണ്ട ഞാൻ നമ്മുടെ ജാതിക്ക നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. തോട്ടത്തിൽ നിന്ന് പറിച്ചാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കെമിക്കൽസോ അഴുക്കോ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടിട്ട് ഞാൻ വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് അരിയുമല്ലോ, അത് കൂട്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ തൊണ്ടിന് കുറച്ച് കയ്പുണ്ടാവും, പക്ഷെ കുഴപ്പമില്ല, അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ജാതിക്കയെ പറ്റി പറയാനാണെങ്കിൽ പറയാൻ തന്നെ അറിയാമല്ലോ, ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. ഇതിൻ്റെ തോടായാലും അതിൻ്റെ പത്രിക്കായാലും അതിൻ്റെ ഉള്ളിലുള്ള കുരുവിനായാലും ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യം എന്ന് തന്നെ പറയാം. സസ്യമല്ല, ഒരു വൃക്ഷമാണ് നമ്മുടെ ജാതി എന്ന് പറയുന്നത്. അതിൻ്റെ ഈ ഫ്രൂട്ടിന് അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണമുണ്ട്. നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ജാതിപത്രി ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാറുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല സ്മെല്ലായിരിക്കും. അപ്പം നമുക്ക് അച്ചാറുണ്ടാക്കാം. ആദ്യമേ കട്ട് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് കുറച്ച് നേരം വെച്ചേക്കണം. ജാതിക്ക ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു 6 ജാതിക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ. കാര്യം വെച്ചാൽ ഇപ്പം തന്നെ ക്വാണ്ടിറ്റി ഒരുപാടുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് മതിയല്ലോ. ഇവിടെ ഞാനും ഏട്ടനും മാത്രം ഉള്ളതുകൊണ്ടിട്ട് കുറച്ച് ജാതിക്ക അച്ചാർ കുറച്ച് മതി, അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ എടുത്തിരുന്നാൽ. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ജാതിക്ക കുറച്ച് നേരം വെച്ചേക്കാം. അതിന് ശേഷം അച്ചാറിടാം. അപ്പം അച്ചാറിടുന്ന ടൈമിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഇപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പാവും, അന്നേരം നമ്മൾ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. പിന്നെ എന്തൊക്കെ പൗഡേഴ്സാണ് വേണ്ടത്? 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉലുവ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഉലുവ പൊടി ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഞാൻ ചതച്ചെടുത്തത്. നിങ്ങളുടെ അടുത്ത് ഉലുവ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് മൺചട്ടിക്കകത്താണ്. കാര്യം വെച്ചാൽ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിനകത്തൊക്കെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കറ ഇറങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം കുറേ കൂടെ ടേസ്റ്റും നമ്മൾ ഈ മൺചട്ടിക്കകത്ത് വെക്കുമ്പോഴാണ്. ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് നമുക്ക് അച്ചാറിടാനായിട്ട് ബെസ്റ്റ്. എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എള്ളെണ്ണയില്ലേ തന്നെ, നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ എന്ന് പറയും. അപ്പോൾ അതാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ബെസ്റ്റ്, നല്ലെണ്ണയാണ് അല്ലെങ്കിൽ എള്ളെണ്ണ. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് പൊടികൾ മിക്സ് ചെയ്യണം. ഞാൻ പൊടികൾ നേരത്തെ എടുത്ത് വെച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേനായിരിക്കും പൊടി കരിഞ്ഞു പോകുന്നത്. അതുകൊണ്ടിട്ടാണ് നേരത്തെ എടുത്ത് വെച്ചിരുന്നത്. ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. പൊടികൾ ചേർക്കുമ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർക്കേണ്ടതുണ്ട്. കായ എടുത്തിരിക്കുന്ന കായപ്പൊടിയാണ്. ഒരു ടീസ്പൂൺ കണക്കിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ച മണം മാറുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ അച്ചാറിന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജാതിക്ക ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്യില്ല. വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ ഇരിക്കില്ല. അതുകൊണ്ടിട്ടാണ് വെള്ളം ആഡ് ചെയ്യാത്തത്. നമുക്ക് ജാതിക്ക ചേർത്ത് കൊടുക്കാം. ജാതിക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ജാതിക്ക ചേർത്തിട്ട് ഒരുപാട് നേരം വേവിക്കണം, നല്ല വെന്ത് പരുവമാവണമെന്നുള്ളവർക്ക് വേവിച്ചെടുക്കാം. അതെല്ലാം നല്ല കറുമുറ കഴിക്കണമെന്നുള്ളവർക്ക്
പച്ചയായിട്ടല്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അവസാനം നമുക്ക് കുറച്ച് സുർക്ക മീൻസ് നമ്മുടെ വിനാഗിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ ജാതിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി ജാതിക്കയ്ക്കുള്ളിലേക്ക് പിടിച്ച് നമുക്ക് ഇതൊന്ന് പിടിച്ച് വരാനായിട്ട് ഒരു ദിവസം വെച്ചിരുന്നാലേ കറക്റ്റായിട്ട് അച്ചാറിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് ഒരുവിധം ജാതിക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ കണക്കിലാണ് വിനാഗിരി ചേർക്കുന്നത്. വിനാഗിരി മാത്രമേ നമ്മൾ വെള്ളത്തിന് ആ ഒരു ആഡ് ചെയ്യുന്നുള്ളൂ. നീട്ടിയെടുക്കണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം ചേർത്തെടുക്കാം, അതല്ല പറ്റിച്ചെടുക്കണമെന്നുള്ളവർക്ക് പറ്റിച്ചെടുക്കാം. കുറച്ച് നാൾ വെക്കണമെന്നുള്ളൊരു കഴിവതും നമ്മുടെ വെള്ളം ചേർക്കാത്തതാണ് കേട്ടോ നല്ലത്. വെള്ളം ചേർത്താൽ ഒരുപാട് നാൾ അച്ചാർ ഇരിക്കില്ല. അതിപ്പോൾ ജാതിക്കയെന്നല്ല, ഏത് അച്ചാർ ഇട്ടാലും കുറച്ച് നാൾ വെച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ എടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ മൂടി അടച്ചു വെക്കുന്ന പാത്രത്തിനുള്ളിലേക്ക് നനഞ്ഞ സ്പൂണ് കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക, കഴിവതും കൈ തൊടാതിരിക്കുക. അപ്പോൾ അച്ചാർ 1 മാസത്തിൽ കൂടുതൽ നമുക്ക്, 1 മാസമല്ല, നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചില്ലെങ്കിലും പുറത്ത് സൂക്ഷിച്ചാലും അച്ചാർ ഇരിക്കും. വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാടിട്ട് തിളപ്പിക്കാണ്ടിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. നമുക്ക് നമ്മുടെ അച്ചാർ വാങ്ങി വയ്ക്കാം. ഇതോടുകൂടി നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് വാങ്ങി വെച്ച് ഭരണിക്കകത്ത് സൂക്ഷിച്ചാൽ മാത്രം മതി. ഏകദേശം നമ്മുടെ മാങ്ങാച്ചാറിൻ്റെയൊക്കെ ഫ്ലേവറാണ്. ജാതിക്കേൻ്റെ ആ കയ്പോ ചവർപ്പോ ഒന്നും ഉണ്ടാകില്ല. കറക്റ്റ് നമ്മൾ മാങ്ങാച്ചാറൊക്കെ കഴിക്കുന്ന ഒരു ഫ്ലേവറായിരിക്കും ഉണ്ടാവുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.